ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിവ്യൂ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇത്തരം കുറച്ച് നാളുകളായിട്ട് ഞാൻ കുറച്ച് വിവാദ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് വന്നൊന്ന് സ്പീച്ച് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു സ്പീച്ച് മേക്കർ ആയതുകൊണ്ട് അതൊന്ന് സ്പീച്ച് കേൾക്കാന്ന് വിചാരിച്ചു. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കഴിഞ്ഞ ദിവസം, അതായത് നവംബർ 18 ഒരു ഫേമസ് നടി ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് റിലീസ് ആയിട്ടുണ്ട്. ആ റിലീസുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തൊടുത്തുവിട്ടത് നടി തന്നെ. അവരുടെ തുറന്ന കത്താണ്, സോഷ്യൽ മീഡിയയിൽ അവരുടെ തുറന്ന കത്താണ് അതിനൊക്കെ കാരണമായത്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് അബൌട്ട് നയൻതാര ബിയോണ്ട് ദ ഫെയറി ടൈൽസ് എന്ന ആ ഒരു ടൈറ്റിലോടുകൂടി നവംബർ 18 നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത അവരുടെ കല്യാണവും അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഡോക്യുമെന്ററി. അത് തീർച്ചയായിട്ടും നയൻതാരയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ബിക്കോസ് അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ വിവാഹം കഴിച്ചത് സംവിധായകനായ വിഘ്നേഷ് ശിവയാണ്, വിക്കി എന്നറിയപ്പെടുന്ന. അപ്പോൾ 2022 ജൂണിലായിരുന്നു അവരുടെ വിവാഹം. വളരെ സീക്രട്ട് ആയിട്ടുള്ള, മീൻസ് ക്യാമറയൊക്കെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള വിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ പകർപ്പവകാശം, ഇവരുടെ വിവാഹത്തിന്റെ മൊമെന്റ്സ് ഒന്നും പുറത്താരും കണ്ടിട്ടില്ല. അപ്പൊ അതെല്ലാം നെറ്റ്ഫ്ലിക്സിന് കൊടുത്തിരുന്നത് അന്ന് ഭയങ്കര വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. സോ അതെന്തെങ്കിലും ആക്കി, അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. നെറ്റ്ഫ്ലിക്സ് വാങ്ങി ഡോക്യുമെന്ററി ആക്കി, അതും അവരുടെ ഇഷ്ടം, അവരുടെ കാസ്, അവരുടെ പണം, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ സ്വാഭാവികമായിട്ടും കല്യാണം 2022 നടക്കുന്നു. നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റിലീസ് ചെയ്യാൻ കൂടി വന്നാൽ 1-2 മാസങ്ങൾ എടുത്തേക്കും അല്ലെ, വന്നാലേ ഒരു ഗുമുള്ളൂ. പക്ഷേ ഇത് 2 മാസമല്ല, 2.5 വർഷം എടുത്ത് നെറ്റ്ഫ്ലിക്സ് റിലീസ് ആവാൻ. അതെന്താണ് കാരണം? ഒരുപാട് പേര് അതിന്റെ പുറകെ നടന്നു. എന്തായിരിക്കും കാരണം? കാരണം ഇതാ ഇപ്പോൾ നയൻതാര തന്നെ പറയുന്നുണ്ട്, ഒരു തുറന്ന കത്ത്. ആ തുറന്ന കത്ത് ആർക്കെതിരെയാണ്? അവരുടെ പ്രിയ കൂട്ടുകാരനായിരുന്ന ധനുഷ്, ഫിലിം ആക്ടർ, തമിഴ് ഫിലിം ആക്ടറും പ്രൊഡ്യൂസറും ഡയറക്ടറുമായ ധനുഷിനെതിരെയാണ് അവർ തുറന്നു കത്ത് എഴുതിയിരിക്കുന്നത്. ധനുഷ് ഈ കാണുന്ന പോലൊന്നുമല്ല, വളരെ വെഞ്ചൻസ് ഉള്ള, പ്രതികാരദാഹിയുള്ള മനുഷ്യനാണ്. 2 വർഷമാണ്, എല്ലാവർക്കും അറിയുന്നത് പോലെ ഞാനും റൗഡിദാൻ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് നയൻതാരയും വിക്കിയും ഒക്കെ പ്രണയത്തിലാകുന്നത്. ഏതാണ്ട് 7-8-9 വർഷം നീണ്ടുനിന്ന പ്രണയത്തിന് ശേഷം അവർ വിവാഹിതരാകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിനിമ, ആ സിനിമയുടെ ചില ഭാഗങ്ങൾ, ചില പാട്ടുകൾ ഒക്കെ ഞങ്ങളുടെ സിനിമയിൽ ഡോക്യുമെന്ററിയിൽ ചെയ്തോട്ടെ എന്ന് ചോദിച്ച് ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ് മാത്രമാണ് നയൻതാര നമ്മുടെ ധനുഷിനോട് ചോദിച്ചത്. അല്ലാതെ കാശൊന്നുമല്ല. പക്ഷെ അതിന് ധനുഷ് ഒരു മറുപടി കൊടുത്തില്ലെന്ന് മാത്രമല്ല, പുച്ഛിച്ചു, അവഹേളിച്ചു, ഒന്നും മിണ്ടിയില്ലെന്നേ ഉള്ളൂ. അതിനർത്ഥം പുച്ഛിച്ചു, നീ അങ്ങനെ കിടന്ന് ചോദിക്ക്, പക്ഷെ ഞാൻ തരില്ല. അങ്ങനെ 2.5 വർഷം നയൻതാര കാത്തു. പക്ഷെ ഇതെല്ലാം പിന്നെ റീ എഡിറ്റ് ചെയ്തു. അവസാനം നയൻതാരയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇതിന്റെയൊക്കെ എന്താ പറയാ, ബിഹൈൻഡ് സീൻസ് ഷൂട്ടിൽ, ഫോണിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ബിഹൈൻഡ് സീൻസ് വെച്ചിട്ട് അവർ ട്രെയിലർ ഇറക്കി. അപ്പോഴാണ് പണി പാളിയത്. 2.5 വർഷം മിണ്ടാതിരുന്ന നമ്മുടെ ധനുഷണൻ അങ്ങോട്ട് ഒരു കേസ് അങ്ങോട്ട് കൊടുത്തു. അദ്ദേഹത്തിന്റെ വക്കീലിനെ കൊണ്ട് വക്കീൽ നോട്ടീസ് അങ്ങോട്ട് അയപ്പിച്ചെന്നേ. അത് നയൻതാരയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. 2.5 വർഷം പുറകെയാണെന്ന് കെഞ്ചി, തരൂ NOC തരൂ എന്ന് പറഞ്ഞു. അയാൾ തന്നില്ല, മിണ്ടിയതേ ഇല്ല. പലരെയും വിട്ട് അവർ പറയിപ്പിച്ചു, അത് ചെയ്തില്ല. പക്ഷെ അതൊക്കെ ഒരു മാന്യതയ്ക്ക് നിരക്കാത്ത പരിപാടി അല്ലയോടാ എന്ന് നമുക്ക് വേണേ ചോദിക്കാം, ചിന്തിക്കാം. എനിവേ, എന്തായാലും കൊടുത്തില്ല. അപ്പൊ നയൻതാരയ്ക്ക് എതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. എന്തിനാ? 3 സെക്കൻഡ് മാത്രമുള്ള ഒരു ബിഹൈൻഡ് ദ സീൻസ് നയൻതാര ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്ത് കയറ്റിയതിനാണ് അത് ചെയ്തത്. ടീസറിലാണ് കേട്ടോ, ഇതിലല്ല, ടീസറിൽ. അപ്പൊ തന്നെ എന്തോ വർഷങ്ങളായിട്ട് എഴുതി വെച്ചിരിക്കുന്ന നോട്ടീസ് പോലെയാണ് ചെയ്ത് കളഞ്ഞത്. അപ്പൊ തന്നെ കൊടുത്തു, ഇൻഡാസ് അടിച്ച് കൈ കൊടുത്തു. സോ എന്തോ പറഞ്ഞിരിക്കുന്നത്, 3 സെക്കൻഡ് ആയിട്ട് ബിഹൈൻഡ് സീൻസ് എന്റെ സിനിമയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് 24 മണിക്കൂറിനുള്ളിൽ അത് റിലീസ്, ആ ചെയ്ത സംഭവം റിമൂവ് ചെയ്തില്ലെങ്കിൽ 10 കോടി രൂപ നിങ്ങൾ എനിക്ക് തരേണ്ടി വരും, ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ധനുഷ് അങ്ങൊരു പരിപാടി കാണിച്ചത്. അത് അങ്ങോട്ടൊന്നും നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറിന് തീരെ പിടിച്ചില്ല. അവരതുകൊണ്ട് ഇവിടെ തുറന്ന കത്ത് ജനങ്ങൾക്ക് എഴുതി. ആർക്കുമല്ല, ജനങ്ങൾക്ക്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരാധകരുള്ള, മില്യൺസ് ഓഫ് ആരാധകരുള്ള ഒരു നടിയാണ് നയൻതാര. തീർച്ചയായിട്ടും അവരതിനകത്ത് എഴുതിയിരിക്കുന്നത് ധനുഷ് ചുമ്മാ ഒന്നും സിനിമയിലേക്ക് വന്നതല്ല, സഹോദരങ്ങളുടെയും മറ്റവരുടെയൊക്കെ സഹായത്തോടു കൂടി ഈ സിനിമയെ വന്ന് കയറിയ മനുഷ്യൻ. പക്ഷെ ഞാൻ ആരുടെ സഹായത്തോടെ വന്നതല്ല, സ്വന്തമായിട്ട് വഴിവെട്ടി വന്നവളാണെന്ന് നമുക്ക് മലയാള തർജ്ജിമ വേണമെങ്കിൽ പറയാം. അങ്ങനെ വന്നവള് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതേ പറഞ്ഞോളൂ. പിന്നെ ഇങ്ങനെയുള്ള വൃത്തിയായിട്ട സ്വഭാവങ്ങളൊക്കെ നിർത്തു, നിങ്ങളെ കോടതി വെറുതെ വിട്ടാലും ദൈവം വെറുതെ വിടൂല എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിക്കാരത്തി ഒരു വളരെ എന്താ പറയാ, വിമർശിച്ചുകൊണ്ടാണ് ആ കത്തെഴുതിയിരിക്കുന്നത്. ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാനും റൗഡിദാൻ എന്ന് പറയുന്ന സെറ്റിലാണ് ഈ വിക്കിയും നയൻതാരയും പ്രണയത്തിലാവുന്നത്. ഇതാണ്ട് കുറെ വർഷങ്ങൾ നീണ്ട പ്രണയം, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരുടെ പ്രണയം സംഭവിച്ചപ്പോ നമ്മുടെ ധനുഷന് കുറെ നഷ്ടങ്ങൾ ഉണ്ടായെന്നാ പറയുന്നത്. ഏതാണ്ട് 12 കോടിയോളം രൂപ നഷ്ടം. വേറൊന്നുമല്ല, പ്രണയിച്ച് സിനിമയുടെ പ്രൊഡക്ഷൻ ഡേയ്സ് അങ്ങ് കൂടിപ്പോയി. സോ അദ്ദേഹത്തിന് കൊടുക്കാൻ പൈസ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് പൈസ പിന്നെ ഇറക്കിയില്ലെന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 12 കോടി രൂപയോളം നഷ്ടം ധനുഷിനുണ്ടായെന്നാണ് ധനുഷിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഇനി അവസാനം പണം കൊടുക്കാതായപ്പോൾ നയൻതാര തന്നെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ആ പടം റിലീസ് ചെയ്യുകയും പടം വമ്പൻ ഹിറ്റായി മാറുകയും ചെയ്തു. പക്ഷേ വമ്പൻ ഹിറ്റായി മാറി അവാർഡൊക്കെ നയൻതാരയ്ക്ക് കിട്ടുമ്പോൾ നയൻതാര ഒരു പണി കൊടുത്തു. ഒരു ക്രിട്ടിക്സ് അവാർഡിന്റെ അല്ലെങ്കിൽ ഒരു അവാർഡ് നൈറ്റിന്റെ അവാർഡ് നിശയിൽ വെച്ചിട്ട് ധനുഷ് കൂടിയിരിക്കുന്ന സ്റ്റേജിൽ നിന്നുകൊണ്ട് നയൻസ് അങ്ങ് പറഞ്ഞു,
എനിക്ക് അവാർഡ് കിട്ടിയൊക്കെ വളരെ സന്തോഷം തന്നെ. പക്ഷേ എന്റെ പ്രൊഡ്യൂസറോട് എനിക്കൊരു സോറി പറയാനുണ്ട്. എന്തിനാണ് നമുക്ക് സോറി? ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചത് നമ്മുടെ പ്രൊഡ്യൂസർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ അടുത്ത പ്രാവശ്യം ഇതിൽ നന്നായിട്ട് അഭിനയിക്കാൻ ഞാൻ ശ്രമിക്കാം. സോ ധനുഷ് സോറി ധനുഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി. അപ്പൊ തന്നെ നല്ല രീതിക്ക് വാളോട്ട് നല്ല ചാമ്പില്ലേ, അത് ധനുഷിന്റെ മുഖമൊക്കെ അത് എടുത്ത് കാണിക്കുന്നത് കാണണമായിരുന്നു. അങ്ങ് വിവരണമായി തൊലിയൊക്കെ ഉരിഞ്ഞങ്ങ് പോയി. അതോടുകൂടി ധനുഷ് അങ്ങ് വൈരാഗ്യമായെന്നാണ് നയൻതാര പറയുന്നത്. സോ ഉറപ്പായിട്ടും ഉണ്ടാവുമായിരിക്കാം. എനിവേ അതൊക്കെ അവരുടെ രണ്ടുപേരുടെയും പേഴ്സണൽ കാര്യങ്ങൾ. ശരി, സംബന്ധിച്ച് അവർ വക്കീൽ നോട്ടീസ് അയക്കുന്നു. നയൻതാര തുറന്ന കത്ത് എഴുതുന്നു. പക്ഷെ എനിക്കൊന്നും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നയൻതാരയെ അനുകൂലിച്ച് കുറെ നമ്മുടെ നടിമാര് സിനിമയിലേക്ക് വന്നിട്ട്, സിനിമയിലെ നടിമാര് കുറെ പേര് അനുകൂലിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഡോക്യുമെന്ററി തന്നെ ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള സംവിധായകർ, പ്രത്യേകിച്ചും സത്യനന്ദിക്കാട്, ഫാസിൽ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നയൻതാരയുടെ ജീവിത കഥ പറയുന്നുണ്ട്. നയൻതാരയെ സെലക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ. കാരണം ഒരു നായിക ഓറിയന്റഡ് ആയിട്ടുള്ള പടമായിരുന്നില്ല മനസ്സിനകലെ നയൻതാരയുടെ ആദ്യത്തെ പടം. അത് ശരിക്കും ഷീലാമ്മയുടെ തിരിച്ചുവരവിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള, ഹൈപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പടമായിരുന്നു. പക്ഷെ അതിലേക്ക് അതുകൊണ്ട് തന്നെ അധികം അറിയപ്പെടാത്ത ഒരു നടിയെ, ഒരു പുതുമുഖത്തെ വേണമെന്ന് സത്യനന്ദിക്കാട് വാശി പിടിച്ചത് അതുകൊണ്ടായിരുന്നു. അങ്ങനെയാണ് ഡയാന കുര്യൻ എന്ന് പറയുന്ന നയൻതാരയെ അതിനകത്ത് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ നയൻതാര അന്നേ നല്ല പ്രൗഢഗംഭീരമായ കോൺഫിഡൻസ് ഉള്ള, ഡിസിപ്ലിൻ ഉള്ള ഒരു ലേഡിയായിരുന്നു. അന്നേ സത്യൻ സാറിന് അറിയാമായിരുന്നു ഇവർ ഇവിടെ നിന്ന് നിൽക്കുകയല്ല, അവരങ്ങ് അന്തപ്പക്കം പോകുമാറ ഒക്കാർ വെച്ചിരിക്കാറ് എന്ന് പറയുന്ന പോലെ അങ്ങ് പോകും എന്നവർക്ക് തോന്നിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഫാസിൽ സാറും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സോ അതിനുശേഷം അവര് തെന്നിന്ത്യയിലേക്ക് പോകുന്നു. അവിടെ രജനികാന്തിന്റെയും പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് നല്ല നല്ല നടന്മാരുടെ നായികയായിട്ട് അഭിനയിക്കുന്നു. ഒരുപാട് വിവാദങ്ങൾ കേൾക്കുന്നു പേഴ്സണൽ ലൈഫിൽ. അവസാനം 2 വർഷത്തോളം സിനിമ ചെയ്യാതിരിക്കുന്നു. ലൈഫേ ഗീവ് അപ്പ് ചെയ്യുന്ന അവസ്ഥയിലെത്തിട്ടും അവര് പിന്നെയും ഉയർത്തെഴുന്നേറ്റ് വന്നു. പിന്നെ ഒരു ഗംഭീര വരവോടുകൂടി, അതായത് തമിഴകത്ത് എല്ലാവർക്കും അറിയാം നയൻതാരയെന്ന് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ എവിടെ പോയി ചോദിച്ചാലും ഉറപ്പായിട്ടും അത് നല്ല ആക്ട്രസ് അല്ലേ, ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ആരും ചോദിക്കും. ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. ചോദിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും, ചോദിക്കുന്നവർക്കില്ലെങ്കിലും കേൾക്കുന്നവർക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. അവർ സൂപ്പർ സ്റ്റാർ തന്നെ, ലേഡി സൂപ്പർ സ്റ്റാർ തന്നെ. കാരണം വേറൊന്നും കൊണ്ടല്ല, ആണുങ്ങളുടെ മറവിൽ അഭിനയിച്ചിരുന്നവരായിരുന്നു തമിഴ്നാട്ടിലെ, കന്നഡയിലെ ഒക്കെയും ലേഡി നായികമാര്. അവിടെ ആണുങ്ങൾക്ക് നിഴലായിട്ടാണ്. ഇപ്പൊ വിജയുടെ, സൂര്യയുടെ ഒക്കെ പഴത്ത് നോക്കിയാൽ നായികമാർക്ക് പ്രാധാന്യമില്ല, നായകന്മാർക്ക് തന്നെയാണ് പ്രാധാന്യം. അവരുടെ നിഴലായിട്ട് നായികമാരുണ്ട്, അതിന് എത്ര പ്രശസ്തയാണെങ്കിലും. പക്ഷേ അങ്ങനെയും അല്ല, തന്റെ പേരിലും നായിക അഭിനയിച്ചാലും നല്ല രീതിക്ക് പടം ഓടുമെന്ന് കാണിച്ചു കൊടുത്ത സ്ത്രീയാണ് ഈ നയൻതാര. അപ്പൊ അതുകൊണ്ട് പിന്നെ ഉറപ്പായിട്ട് അവർ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചാൽ എന്താ തെറ്റ്? ഞാനിവിടെ പറഞ്ഞു വരുന്നത് അതാണ്. ചിലവന്മാർക്ക് ഈ വിഷയം എടുത്തിട്ട് വന്നിട്ടേ, അതായത് നമ്മുടെ പ്രത്യേകിച്ച് ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് കിടന്നോട്ട് ചൊറിയുക, നയൻതാരെ ഇവൾ ആര്, നയൻതാര ആരാണെന്ന് ചോദിക്കുക. ഈ സത്യത്തിൽ ഈ പറയുന്നവൻ ആരാ? അവനെ ഒരു എന്താ പറയുക, ഒരു പൂച്ചക്കുഞ്ഞിന് പോലും അവനെ അറിഞ്ഞുകൂടാ. എന്നിട്ട് അവനൊന്ന് ചോദിക്കുന്ന ചോദ്യം കേൾക്കുമ്പോൾ ജാള്യതയില്ലെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ സത്യത്തിൽ ഇങ്ങനെയുള്ള പോക്കാച്ചികൾക്കൊന്നും മറുപടി കൊടുക്കാത്ത, എന്റെ വീഡിയോയ്ക്ക് വന്ന് പറയുന്നവനെ ഞാൻ മറുപടി കൊടുക്കത്തുള്ളൂ. പക്ഷേ എനിക്ക് സത്യത്തിൽ ചൊറിച്ചിൽ വന്നത്. കാരണം ഓരോന്നോമാരെ കോമഡി ഇൻസ്റ്റാഗ്രാം തുറന്നു വെച്ച് ചോദിക്കുക നയൻതാര ആരുവാന്ന് ചോദിക്കുന്ന ഇവന് നാണമുണ്ടോ? നയൻതാര ആരാന്ന് ചുമ്മാ കയറുന്നൊരു ബൈക്ക് എടുത്ത് നമ്മുടെ റോഡിൽ നിന്ന് കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ കന്നഡയിലോ പോയി ചോദിച്ചാൽ ഉറപ്പായിട്ടും 10 പേരെങ്കിലും മറുപടി പറയും നയൻതാര ആരാണെന്നില്ലേ. പിന്നെ എന്ത് പൊട്ട ചോദ്യം ഇവനൊക്കെ ഈ ചോദിക്കുന്നത്? ഇവനല്ല, കുറെ അവന്മാര് ചോദിക്കുന്നുണ്ട്. കുറെ അവന്മാരൊക്കെ തുറന്ന കത്തുകളും ഒക്കെ എഴുതി വിട്ടിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിന് ഇത്രയോ കോടി കൊടുത്ത് നയൻതാരയ്ക്ക് ഡോക്യുമെന്ററി ചെയ്യാമെങ്കിൽ ധനുഷിന്റെ 3 സെക്കൻഡുള്ള സംഭവം ഉപയോഗിച്ചെങ്കിൽ ധനുഷിന് 10 കോടി ചോദിക്കും. ഞാനത് ചോദിക്കട്ടെ, ഈ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം എന്നാ വല്ല ദാനധർമ്മം നടത്തുന്നവരാണോ? ബേട്ടി ബജാവോ, എന്താണ് ബേട്ടി പഠാവോ, ബേട്ടി ബച്ചാവോ എന്ന് പറയുന്നുള്ള സൗജന്യ വിദ്യാഭ്യാസവും സൗജന്യ ചികിത്സയും ഒന്നും നടത്തുന്ന പ്ലാറ്റ്ഫോം ഒന്നും അല്ല, അതിന്റെ പരസ്യം നടത്തുന്ന കമ്പനിയൊന്നും അല്ല ഈ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത്. കോടികൾ, മില്യൺസ്, ട്രില്യൺസ് വാരിക്കളിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത്. അവരുടെ ചാനലിന്റെ അല്ലെങ്കിൽ അവരുടെ OTT റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നയൻതാരയുടെ എന്ന് അവരത് മേടിച്ചു വാങ്ങിയത്. അല്ലെ നയൻതാരയ്ക്ക് ഈ നെറ്റ്ഫ്ലിക്സിൽ ഇരുന്ന് അഭിനയിച്ചിട്ടാണോ അവർ ഇത്രയും പ്രശസ്തയായത്, അവർ ഇത്രയും എന്താ പറയുന്ന ഇത്ര പവർഫുൾ ആയത്? അല്ല, അവർ കഷ്ടപ്പെട്ട ഓരോ സിനിമയിലും അവരെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ബിൽഡ് ചെയ്ത് ഉരുക്കി നല്ല പവർഫുൾ ആയിട്ട് വന്നുകൊണ്ടാണ്. അല്ലാതെ നെറ്റ്ഫ്ലിക്സ് സഹായിച്ചിട്ടാണോ? നെറ്റ്ഫ്ലിക്സിൽ ഇവരുടെ ഡോക്യുമെന്ററി ഇട്ടില്ലെങ്കിൽ നയൻതാര ആരും അറിയില്ലേ? ഷീ ഈസ് സോ പവർഫുൾ മാൻസ്. അത് മനസ്സിലാക്കണ്ടേ? ഞാൻ 2 പേരുടെ ആരാധകരാണ്. ഈ പറയുന്ന ധനുഷിന്റെയും ആരാധികയാണ്, ഈ പറയുന്ന നയൻതാരയുടെ ആരാധികയാണ്. ധനുഷിന്റെ കാതൽ കൊണ്ടൊന്നും ഇന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ആസ് ആൻ ആക്ടർ എന്ന നിലയാളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആസ് എ ഡയറക്ടർ ഇടയ്ക്ക് ഇറങ്ങിയ ആളുടെ തമിഴ് പടം, പേര് ഞാൻ ഓർക്കുന്നില്ല, ബട്ട് ആ പടം നല്ല ഗംഭീര പടമായിരുന്നു, അതും എനിക്ക് ഇഷ്ടമാണ്. സോ അങ്ങനെയുള്ള കലാകാരനാണ്. പക്ഷെ കലാകാരന് ഒരു എത്തിക്സ് ഒക്കെ ആവാം എന്നാണ്
നമുക്ക് ഇതിൽ പറയുന്നത്. ഇതിന്റെ പിന്നാമ്പുറ കഥകൾ നമുക്ക് അറിയാം. എന്തായാലും രണ്ടുപേരും കേസിന് എന്തായാലും പോകും. ധനുഷിന് മിണ്ടാതിരിക്കാനൊന്നും പറ്റത്തില്ല, കാരണം നയൻതാര എന്തായാലും കേസിന് പോകുന്നത്, അതാണ് തുറന്ന യുദ്ധം അവർ പ്രഖ്യാപിച്ചത്. ഇനിവേ ഒരുപാട് റെസ്പെക്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നടിയാണ്. ഇവരെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് ആളുകൾ ചൊറിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. കാരണം അവർക്ക് കിട്ടാത്ത മുന്തിരിയാണല്ലോ നയൻതാര എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും. പക്ഷേ ഈ വമ്മാര് വന്നിട്ട് ഈ ചൊറിയുമ്പോഴാണ് നമുക്ക് ചൊറിച്ചിൽ, നമുക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ നയൻതാര ആരാണ്, നയൻതാര എന്താണ് നയൻതാരയ്ക്ക് കുഴപ്പം, എന്തുകൊണ്ടാണ് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത്? അതിനുള്ള ഡെഫിനിഷൻ ആണ്, അല്ലെങ്കിൽ അതിനുള്ള മറുപടിയാണ് ഞാനിപ്പോ പറഞ്ഞത്. അവരുടെ മാത്രം ഒരു സിഗ്നേച്ചർ മൂവി, അല്ലെങ്കിൽ നയൻതാര ഇന്നാൻഡാസ് എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഒട്ടിച്ചാൽ ഉറപ്പായിട്ടും ആൾക്കാർ കയറി കാണും. കാരണം അവരുടെ പടങ്ങൾ അങ്ങനെ വിജയിച്ചിട്ടുണ്ട്, ഇനി വിജയിക്കുകയും ചെയ്യും. എത്ര മേക്ക് ഓവറിലാണ് അവർ പടങ്ങളിൽ ചെയ്തിരിക്കുന്നത്. സീതയായിട്ട് അഭിനയിച്ചിന് എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കി. അവസാനം കർണാടക സ്റ്റേറ്റ് അവാർഡ് അവർക്ക് കിട്ടി, ഏറ്റവും നല്ല നടിക്കുള്ള കർണാടക സർക്കാരിന്റെ ഗവൺമെന്റ് അവാർഡ് അവർക്ക് കിട്ടി. മനസ്സിലായോ? അപ്പോ അത്രയും നല്ല കഴിവുള്ള നടി തന്നെയാണ് നയൻതാര, അതിൽ ഒരു സംശയവുമില്ല. പിന്നെ ഈ പറയുന്നത് പോലെ വെഞ്ചിയൻസ് ഒക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, അത് ഇത്രയും കാലം അവര് ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്തിട്ടും അവര് ട്രെയിലർ ഇറക്കി ഉടനെ തന്നെ ധനുഷ് അങ്ങനെ കാണിച്ചതിന്റെ ഒരു പ്രതികാരമായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാക്ക് ആണ്. ഒരുപക്ഷെ ഇമോഷണലി അത്രയും അവർക്ക് വിഷമം ഉണ്ടാക്കിയത് കൊണ്ടാവാം നയൻതാര അങ്ങൊരു തുറന്ന കത്തെഴുതി. അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാം, അവരൊരു ഇന്റർവ്യൂ പോലും വളരെ അപൂർവമായിട്ട് കൊടുക്കുന്ന ഒരാളാണ് ഈ നയൻതാര. വിവാദങ്ങളിലേക്ക് ആൾക്കാർ അസ്യൂം ചെയ്ത വിവാദങ്ങൾ എപ്പോഴും നയൻതാരയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നയൻതാരയുടെ വാക്കിൽ നിന്നോ നാവിൽ നിന്നോ എന്തെങ്കിലും വന്നുകൊണ്ട് ഇതുവരെ അവരൊരു വിവാദ ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു വൈറൽ ക്രിയേഷൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ചിലവർ പറയുന്നേക്കുമ്പോൾ ചിരി വരും, ആരും ഡോക്യുമെന്ററി കാണത്തില്ല, അതുകൊണ്ട് നയൻതാര ഡോക്യുമെന്ററി ഓടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവർക്ക് നോക്കാൻ അവിടെ 2 മക്കളുണ്ട്, അവർ ഒരുപാട് ബിസിയാണ്. ആൻഡ് ഷീസ് സ്റ്റിൽ എ വെൽ നോൺ ആക്ട്രസ് ഇൻ ദ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി, അതിലൊരു സംശയവും ഇല്ല അല്ലെ. അവര് ഷാരൂഖിനെ നായികവരായിട്ട് അഭിനയിച്ചു, അതും നമ്മൾ ഓർക്കണം. അപ്പോ അങ്ങനെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു വെൽ നോൺ ആക്ട്രസിന് ഇങ്ങനത്തെ ഒരു ചീപ്പ് പരിപാടി ചെയ്തിട്ട് എന്ത് കാര്യം? പക്ഷേ ചില വൃത്തിയോട്ടവന്മാരുടെയൊക്കെ മുഖം വലിച്ചു കീറണമെന്ന് ചില പവർഫുൾ ആയിട്ടുള്ള ലേഡീസിന് തോന്നും. അങ്ങനെ കേരളത്തിലും അങ്ങനെ ഒരു സഭയും അസോസിയേഷനൊക്കെ രൂപീകരിക്കപ്പെട്ടിരുന്നു, WCC. അതിന്റെ ഫലമായിട്ടാണ് ഹേമ കമ്മിറ്റി പൊട്ടിപ്പുറപ്പെട്ടതും പലരുടെയും തല ഉരുണ്ടതും. ഒരുപക്ഷെ ഇതും അതൊരു തുടക്കമാകട്ടെ. ചിലപ്പോ ഒരുപക്ഷെ നയൻതാരയുടെ ഈ തുറന്ന കത്തിലൂടെ പല കേമന്മാരുടെയും നല്ല ഇങ്ങനെ ചിരിച്ച മുഖം കരഞ്ഞ മുഖമായി മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും ധനുഷ് അതിലൊന്നും പെടാതിരിക്കട്ടെ എന്നൊരു ആരാധിക എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇങ്ങനൊരു തുടക്കമായിരുന്നു കേരളത്തിലെ WCC. അത് വലിയ ചുഴലിക്കാറ്റും ടൊർണാഡോ ഒക്കെ ആയി ഹുറിക്കെയിനായി മാറി പലരെയും ജയിലിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറ്റി ഇറക്കി പല അസോസിയേഷനുകളും തകർന്ന് തരിപ്പണമായി. അപ്പോ തമിഴകത്തിന് അങ്ങനെയൊക്കെ കൊടുങ്കാറ്റിനുള്ള തുടക്കമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും WCCയുടെ ഭാരവാഹികളൊക്കെ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയോ അല്ലെങ്കിൽ കാറ്റഴിച്ചു വിട്ടവരൊക്കെ നയൻതാരെ അഭിനന്ദിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെട്ടെന്ന് ഞാനും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ആൻഡ് സ്റ്റിൽ I am proud of you, Mrs. Nayanthara. Thank you.